നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും ഉണ്ടായില്ല. തീർന്നിട്ടില്ല. ഇനി അച്ഛന്റെ ആത്മാവിനെ ആവാഹിച്ച വെള്ളി രൂപം അമ്പലത്തിൽ സമർപ്പിക്കണ്ടേ? നീ മാത്രം പോയാ മതി. ചടങ്ങുകളൊക്കെ തീർത്തിട്ട് വാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. ബലികർമ്മം നടത്തിയതിന്റെ ദൈവപ്രീതി അറിയാനുള്ള പോക്കായിരിക്കും. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ഇപ്പോ എന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും. അമ്മയ്ക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. ആർക്കും എന്നെ ആവശ്യമില്ല. രൂപേഷേട്ടനും വേണ്ട. എന്റെ ജീവൻ എടുത്തോളൂ. സർപ്പദൈവങ്ങളെ, സുമംഗലാമ്മ, അമ്മയ്ക്ക് ഒരു പോറലേൽക്കാൻ പോലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അമ്മയ്ക്ക് പകരം ഞാൻ എന്റെ ജീവൻ തരാം. മോളെ, ആർക്കു വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. എന്റെ മോളാ നീ. എന്റെ മോനിപ്പോ ഒരുപാട് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊക്കെ പറയാനും ചിന്തിക്കാനും ഒക്കെ അവനെ പ്രാപ്തനാക്കിയത് നീയല്ലേ മോളെ? നീ മരുവത്തൂർ തറവാട്ടിലേക്ക് വന്നു കയറിയ കാലം തൊട്ട് ഈ നിമിഷം വരെ നിന്റെ സഹായം സ്വീകരിക്കാത്ത ആരുണ്ടവിടെ? ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാവർക്കും നിന്റെ സേവനം വേണ്ടി വന്നിട്ടില്ലേ? ശരിക്കും എന്റെ കുടുംബത്തിലേക്ക് ഒരു രക്ഷകയായിട്ട് വന്നവളാണ് നീ. എന്നെ ഛിന്ന ഭിന്നമായി പോകേണ്ട ഒരു കുടുംബത്തെ സ്നേഹം കൊണ്ട് കോർത്തിണക്കി പിടിച്ചവളാ നീ. നിന്നെ തള്ളിപ്പറയാൻ മരുവത്തൂരിലെ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സേഫല്ല. ഒരുപാട് ദുരാത്മാക്കൾ അലഞ്ഞു തിരിയുന്ന സ്ഥലമായത്. സുമംഗലേ, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒറ്റയ്ക്ക് നിന്നെ കൈ കിട്ടാൻ എത്രയോ നാളുകളായി നിനക്ക് ചുറ്റും കറങ്ങേ ഞാൻ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് പോലും നിന്നെ കൊല്ലാനാ. എന്റെ ശ്രേയമോളെ കൊന്നവളാ നീ. എപ്പോ നിന്നെ തിരക്കി വന്നാലും ആരെങ്കിലും കാണും നിന്നെ രക്ഷിക്കാൻ. ഇപ്പൊ നിന്റെ മരുമോളും. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ കാത്തിരിക്കും. പക്ഷേ നിന്നെ തീർക്കാതെ ഞാൻ ഇവിടം വിട്ടു പോകില്ല. എനിക്ക് വേണം നിന്റെ ജീവൻ.
വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് ഇവിടെ ആരും വരാൻ പാടില്ല. വിളക്ക് അണഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇവിടെ ആരും നിൽക്കാനും പാടില്ല. മോള് വാ, നമുക്ക് പോകാം. അമ്മ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ആരെ പേടിക്കാനാ? എനിക്കാരെയും പേടിയില്ല. നീ ഇങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ സ്ഥലം, ഈ സർപ്പക്കാവും പരിസരവും കുഴപ്പം പിടിച്ച സ്ഥലമാണ്. എന്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. വെറും മരണമല്ല, ആരും കൊല. നിറഞ്ഞ വയറുമായി ഗർഭിണിയായ ശ്രേയമോളെ കൊന്നവളാ നീ. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, ദുർമരണം നടന്ന സ്ഥലമാണ് പോലും. അതേടി, ഒരു മരണം കൂടി ഇവിടെ നടക്കാനുണ്ട്. അതും കൊലയാണ്. നിന്നെ കൊന്ന് നിന്റെ ചോര ഈ മണ്ണിൽ അലിഞ്ഞു ചേരണം. എന്നാലേ എന്റെ ശ്രേയമോളുടെ ആത്മാവിന് മോക്ഷം കിട്ടൂ. എന്താ നീ വരുന്നില്ലേ? ഇല്ലമ്മേ, അമ്മ പോയിക്കോളൂ. എന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. കുറച്ചു നേരം കൂടി ഞാനിവിടെ നിന്നോട്ടെ. അമ്മ പേടിക്കണ്ട, എന്നെ ഒരു ദുരാത്മാവും ഒന്നും ചെയ്യില്ല. ഞാനും നിൽക്കാം. അത് വേണ്ടമ്മേ. രൂപേഷ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അവൻ എങ്ങനെ അറിഞ്ഞു നമ്മളിവിടെ ഉണ്ടെന്ന്? അവൻ എന്നെ തൽക്കാലം കാണണ്ട. ഞാൻ പോകുന്നു മോളെ. ദേ, നീ സൂക്ഷിക്കണം. ഇത് നല്ല അവസരമാ. ശ്രേയമോള് മരിച്ചു കിടന്ന സ്ഥലത്തേക്കാ സുമംഗലേ നീ പോകുന്നത്. നിന്നെ ഒറ്റയ്ക്ക് അവിടെ കിട്ടാൻ ഞാൻ എത്ര കാത്തിരുന്നതാ. ഇത്തവണ നീ രക്ഷപ്പെടില്ല. അമ്മ മാത്രമാണല്ലോ പുറത്തേക്ക് പോകുന്നത്. ദർശന എവിടെ? അവരൊരുമിച്ചല്ലേ പോയത്? അപ്പോ ദർശനം മാത്രം അവിടെ എന്ത് ചെയ്യാ? എന്റെ നാഗദൈവങ്ങളെ, ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കണേ. ഒന്നും എനിക്ക് വേണ്ട. എന്റെ രൂപേഷേട്ടന് ഒരപകടവും വരാതെ കാത്തോളണേ. ഇപ്പോഴും അവൾ എനിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. വരാത്തത് പവിത്രൻ സാറാ ഈ കളിക്ക് പിന്നിലെങ്കിൽ അതെനിക്ക് തെളിയിച്ചേ പറ്റൂ. ആ മാലയുടെ ഉടമയെ കിട്ടിയ അതുവഴി ഈ രഹസ്യങ്ങളുടെ മൂടി തുറക്കാൻ പറ്റിയേനെ.